നമസ്കാരം. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന ഒരു കാഴ്ച നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു കാര്യമാണ്. മതമിളകിയ ആനയെപ്പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കും, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണം, ക്രൈസ്തവ സമുദായത്തിന് നീതി ലഭിക്കണം. അവരെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിടാനൊന്നും കഴിയില്ല, അവർക്ക് ജാമ്യം കിട്ടണം. ഇതൊക്കെയായിരുന്നു. അതിന് വേണ്ട ഇടപെടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, ചർച്ചയ്ക്കൊരു ടീമിനെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്നുകൊണ്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ആ കേസ് വലിയ ഒരു കേസായി മാറി. മജിസ്ട്രേറ്റ് കോടതി ആദ്യം ജാമ്യം തള്ളി, സെഷൻസ് കോടതി പിന്നീട് ജാമ്യം തള്ളി. സെഷൻസ് കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു അധികാരവുമില്ല, ഹൈക്കോടതിയിൽ വേണമെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മതപരിവർത്തനം അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈ കേസ് NIA അന്വേഷിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇവിടെ ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ ഒരു ചോദ്യം, അതായത് അവിടെ പോലീസ് ഒന്നുമില്ലേ, അവിടെ പാർട്ടി ഇല്ലേ, രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന അത്തരത്തിലൊരു ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. 2 ദിവസം ജയിലിൽ കിടന്നാൽ തേഞ്ഞൊന്നും പോകത്തില്ല എന്ന ഒരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലിനെതിരെ ഹിന്ദു ഐക്യവേദി സ്വീകരിച്ചത്. മുൻ DGP TP സെൻകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹിന്ദുക്കൾ മാത്രമുള്ള സ്ഥലങ്ങളിലാണ് ഇവരുടെ മിഷണറി പ്രവർത്തനം. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? മുസ്ലിങ്ങൾ ഉള്ള ഭാഗത്ത് നടക്കുന്നില്ല, മുസ്ലിങ്ങൾ ഉള്ള പ്രദേശത്ത് ഇവരുടെ മിഷണറി പ്രവർത്തനം നടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്ന ഒരു ചോദ്യവും ഉയർന്നു വന്നിരുന്നു. യഥാർത്ഥത്തിൽ TP സെൻകുമാറിനോടുള്ള ആ ഒരു മറുപടി, അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഒരു മറുപടി ഞാനിപ്പോൾ പറഞ്ഞു പോവുകയാണ്. മുസ്ലിങ്ങൾ ഉള്ള പ്രദേശത്ത് വന്ന് ആരെങ്കിലും അവരുടെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ വിഭാഗവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ അത് കേൾക്കും, ഒരു കൈ കൊടുക്കും, അവരോട് പൊക്കോളാൻ പറയും. എടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എടുക്കും, അല്ലാത്തത് വേണ്ട എന്ന് പറയും. അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വളരെ ചെറുപ്പം മുതലേ മദ്രസയിലും മറ്റുമൊക്കെ അവർ പഠിക്കുന്നത് കൊണ്ട് കൂടുതൽ ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. എന്നാൽ ചില ആളുകൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അതിന് പുറകെ എടുത്തു ചാടുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുഴപ്പമാണ്. ആ പ്രശ്നം പരിഹരിക്കേണ്ടത് അതത് സമുദായങ്ങളാണ്, അതത് വിഭാഗങ്ങളാണ്. TP സെൻകുമാർ ഇവിടെ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എല്ലാം ഇപ്പൊ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് BJPയുടെ തനി നിറം കാണിക്കുന്നത്. അതുപോലെ ബജറംഗദൾ അവിടെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കേന്ദ്ര നേതൃത്വം സത്യത്തിൽ ഇപ്പോൾ ഹാപ്പിയാണ്. ഇവിടെ കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ KJP എന്നൊക്കെ അതിനെ പലരും ട്രോളാറുണ്ട്. 2ാം ഘട്ടിലെ കുട്ടിക്ക് കൊടുക്കുന്ന പരിഗണന പോലും കേരളത്തിലെ പാർട്ടിക്കോ രാജീവ് ചന്ദ്രശേഖരനോ കൊടുത്തിട്ടില്ല, കൊടുക്കാറില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിന് ഓപ്പോസിറ്റ് ആ വിഷയത്തെ എതിർക്കാൻ ഒരു വിഭാഗം ഉണ്ടാകാറുണ്ട്. എന്തായാലും സുരേന്ദ്രനെയും V മുരളീധരനെയും ഒക്കെ വെട്ടി നിരത്തി രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ അടക്കി ഭരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വിഷയം പൊട്ടി വീഴുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സർക്കാരിനെയൊക്കെ മറികടന്ന്, കേന്ദ്രമന്ത്രിമാരെയൊക്കെ മറികടന്ന് യമനിലെ അവിടുത്തെ പണ്ഡിത സമൂഹവുമായി ചർച്ച നടത്തി നിമിഷപ്രിയ വിഷയത്തിൽ ആ വധശിക്ഷ മാറ്റിവെക്കുന്ന ഒരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുന്നിൽ വീണ് കിട്ടിയ ഒരു അവസരമാണ് 2 കന്യാസ്ത്രീകളുടെ വിഷയം. കേക്ക് കൊടുത്തും അതുപോലെ തന്നെ കിരീടം കൊടുത്തും പണം ചിലവാക്കിയും അതുപോലെ പാർട്ടിക്ക് വേണ്ടി വിയർപ്പ് ഒഴുക്കിയ ആളുകളൊക്കെ ഉണ്ട്. അവരെക്കാളൊക്കെ മുകളിൽ എത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ശ്രമം നടത്തി. യഥാർത്ഥത്തിൽ ഇത് എങ്ങാനും നടന്നാൽ, ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ട് BJPക്ക് അതിലൊരു വിജയം നേടാൻ കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൊരു വലിയ നേട്ടം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ സുഖിച്ചിരിക്കേണ്ട, അങ്ങനെ തിന്നണ്ട എന്നൊരു തീരുമാനം BJP തന്നെ എടുത്തു. BJPയിലെ രാജീവ് ചന്ദ്രശേഖരന്റെ എതിർപക്ഷം ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം ഉള്ളിൽ നിന്നും അവർ ഉയർത്തിക്കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലും വിഷയങ്ങൾ ഉണ്ടായി. ഇതോടുകൂടി കേന്ദ്ര നേതൃത്വം 2ാം ഘട്ടിലെ കുട്ടിയെ തള്ളിക്കളഞ്ഞ് ഇവിടെ കന്യാസ്ത്രീമാർക്കെതിരായിട്ടുള്ള നിയമക്കുരുക്ക് അത് ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കം നടത്തി. യഥാർത്ഥത്തിൽ ഇപ്പോൾ പെട്ടുപോയിരിക്കുന്നത് കേരളത്തിലെ BJPയാണ്. BJPയിലുള്ള വിള്ളൽ അതൊന്നുകൂടെ കൂടുതൽ വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആ പാർട്ടിക്കുണ്ടായി. ഇവിടെ മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും ഒക്കെ രാജീവ് ചന്ദ്രശേഖറുമായി ഇടഞ്ഞ്
പാർട്ടിയെ പിളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷാ വന്ന് രാജീവ് ചന്ദ്രശേഖരനെ ഉപദേശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മുൻ പ്രസിഡന്റുമാരുമായി കൂടിയാലോചിച്ച് വേണം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നതായിരുന്നു ആ ഉപദേശം. എന്നാൽ ആ ഉപദേശത്തിന്റെ വില എന്താണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, കെന്നഡി കരിമ്പിങ്കാല അതുപോലെ തന്നെ കാസ തുടങ്ങിയ ടീമുകളുണ്ട്. ഇവരിവിടെ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി സ്തുതി പാടുന്ന ഒരു വിഭാഗമാണ്. പർദ്ദയിട്ട് നടക്കുന്ന പെണ്ണ്, മുസ്ലിം പെണ്ണ് ചാക്കിൽ പൊതിഞ്ഞതുപോലെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന ഒരു വിഭാഗമാണ് കാസ. അത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ അവരുടെ പേജുകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കന്യാസ്ത്രീമാർക്ക് അവരുടെ ആ ഒരു വസ്ത്രം ഏകദേശം പർദ്ദ പോലുള്ള വസ്ത്രം തന്നെയാണ്, മുടി മറക്കുന്ന തല മറക്കുന്ന ഒരു വസ്ത്രമൊക്കെ ഇട്ടാണ് അവർ പുറത്തിറങ്ങാറുള്ളത്. അകത്തെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള വസ്ത്രം പോലും ധരിക്കാനുള്ള ഒരു അവകാശമില്ല എന്ന് ചില അച്ഛന്മാർ പറയുമ്പോൾ ഈ കാസയും അതുപോലെ തന്നെ കെന്നഡി കരിമ്പിങ്കാലയും ഒന്നും ഇവിടെ എവിടെയും അവരെ നോക്കിയാൽ കാണുന്നില്ല. അവരുടെ ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കുന്നില്ല. എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നേരത്തെ നിങ്ങൾക്ക് അവർ കൊണ്ടുവന്നു തന്ന കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചാണകം കഴിക്കുന്നതായിരുന്നു. നിങ്ങളെ കൊണ്ട് അവർ കഴിപ്പിച്ചത് ചാണകമാണ്. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു എല്ലിൻ കഷ്ണം ഇട്ടു തന്നാൽ അതിനു ചുറ്റും കടിപിടി കൂടുന്ന ഒന്നുമല്ലാത്തൊരു വിഭാഗമാണ് നിങ്ങളൊക്കെ എന്ന് ഇവിടെ സംഘപരിവാരങ്ങൾ പറഞ്ഞ് അവർ ഊറിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.